വലിയ സ്വപ്നങ്ങളുള്ള ഒരു യുവതിയായിരുന്നു റിയ. ഓരോ നിമിഷവും ഊർജ്ജസ്വലതയോടെ സ്പന്ദിക്കുന്ന മുംബൈ നഗരത്തിലാണ് അവൾ താമസിച്ചിരുന്നത്. സ്റ്റേഷനുകളിലൂടെ ട്രെയിനുകൾ കുതിച്ചു. തെരുവുകളിൽ കാറുകൾ ഹോണുകൾ മുഴക്കി. ഓരോ സെക്കൻഡിലും എണ്ണപ്പെടുന്നത് പോലെ ആളുകൾ അടിയന്തിരമായി നീങ്ങി. ഇതുപോലൊരു സ്ഥലത്ത് ജീവിതത്തിൻ്റെ ചുഴലിക്കാട്ടിൽ പെട്ടുപോയതായി അനുഭവിക്കാൻ എളുപ്പമാണ്. റിയ ഒരു വലിയ മാർക്കറ്റിംഗ് സ്ഥാപനത്തിൽ ജോലി ചെയ്തു. അവിടെ സമയപരിധി കർശനവും സമ്മർദ്ദവും കൂടുതലായിരുന്നു. ക്ലയൻറ്റുകളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി അവളുടെ വാരാന്ത്യങ്ങൾ ത്യജിക്കുകയും ഇമെയിലുകൾക്കായി അവളുടെ ഫോൺ നിരന്തരം പരിശോധിക്കുകയും ചെയ്യുന്നത് അവൾ പലപ്പോഴും രാത്രി വൈകി ജോലി ചെയ്യുന്നതായി കണ്ടെത്തി. മീറ്റിങ്ങുകൾ, പ്രൊജക്റ്റുകൾ, അവതരണങ്ങൾ എന്നിവയുടെ മങ്ങലായിരുന്നു അവളുടെ ജീവിതം. അവൾ എപ്പോഴും തിരക്കിലായിരുന്നു. പക്ഷേ എന്തോ നഷ്ടപ്പെട്ടു എന്ന തോന്നൽ അവൾക്ക് തടുക്കാനായില്ല. ഒരു ദിവസം റിയ അവളുടെ മേശപ്പുറത്തിരുന്നു. ജോലികളുടെ ഒരു നീണ്ട പട്ടികയിലേക്ക് നോക്കുമ്പോൾ അവൾക്ക് അവളുടെ മുത്തച്ഛൻ ദാദുവിൽ നിന്ന് ഒരു കോൾ ലഭിച്ചു. പശ്ചിമ ബംഗാളിലെ ശാന്തമായ ഒരു പട്ടണത്തിൽ താമസിച്ചിരുന്ന വിരമിച്ച പ്രൊഫസറായിരുന്നു അദ്ദേഹം ബുദ്ധിമാനും ദയുള്ളവനുമായിരുന്നു. റിയ എപ്പോഴും അദ്ദേഹത്തിൻ്റെ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെട്ടു. റിയ, ദാദു പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ശബ്ദം ഊഷ്മളവും പരിചിതവുമാണ്. എങ്ങനെയുണ്ട് റിയേ? എനിക്ക് സുഖമാണ് ദാദു, റിയ മറുപടി പറഞ്ഞു. അവളുടെ ശബ്ദത്തിൽ പതിവ് ആവേശമില്ലായിരുന്നു. എപ്പോഴും പോലെ ജോലിയിൽ തിരക്കിലാണ്. ദാദു മെല്ലെ ചിരിച്ചു. അയ്യോ, തിരക്കുള്ള ജീവിതം. ഞാൻ നിന്നോട് പുഴയും പാറയും പറഞ്ഞ കഥ ഓർമ്മയുണ്ടോ? റിയ ചിരിച്ചു. അവൾക്ക് ദാദുവിൻ്റെ കഥകൾ ഇഷ്ടമായിരുന്നു. തീർച്ചയായും ദാദു. പാറ ഉറപ്പിച്ചതും വഴങ്ങാത്തതുമായതിനാൽ പാറയ്ക്ക് ചുറ്റും നദി ഒഴുകുന്നുവെന്ന് നിങ്ങൾ പറഞ്ഞു. നദി കാലത്തിൻ്റെ ഒഴുക്കിനനുസരിച്ച് നീങ്ങുന്നു. കൃത്യമായി, ദാദു പറഞ്ഞു. നദി കാലത്തിനോട് പോരാടുന്നില്ല, അത് ഉൾക്കൊള്ളുന്നു, അതിനോട് പൊരുത്തപ്പെടുന്നു, അത് പരമാവധി പ്രയോജനപ്പെടുത്തുന്നു. സമയം ആ നദി പോലെയാണ് റിയ. അത് നമ്മൾ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും ഒഴുകിക്കൊണ്ടിരിക്കും. നമ്മൾ പഠിച്ചില്ലെങ്കിൽ, അതിനൊപ്പം ഒഴുകാൻ പഠിച്ചില്ലെങ്കിൽ ഞങ്ങൾ പാറ പോലെ അവസാനിപ്പിക്കുന്നു, കുടുങ്ങി കർക്കശമായി നീങ്ങാൻ കഴിയാതെ. തൻ്റെ ജോലി പൂർത്തിയാക്കിയപ്പോൾ റിയ അദ്ദേഹത്തിൻ്റെ വാക്കുകളെ ആലോചിച്ചു. വീട്ടിൽ തിരിച്ചെത്തിയ അവൾ അവളുടെ ബാൽക്കണിയിൽ സിറ്റി ലൈറ്റുകൾ നോക്കിയിരുന്നു. ദാദുവുമായുള്ള സംഭാഷണം അവൾ എത്ര സമയം പാഴാക്കുകയാണെന്ന് അവൾ മനസ്സിലാക്കി. എണ്ണമറ്റ മണിക്കൂറുകൾ അവൾ ജോലി ചെയ്തിരുന്നു. എന്നാൽ ആ സമയം എത്രത്തോളം അർത്ഥവത്തതായിരുന്നു. ശ്രദ്ധിക്കാൻ കഴിയാത്തത്ര തിരക്കിലായിരുന്നാൽ അവൾക്ക് എത്രമാത്രം നഷ്ടമായി. മാറാൻ തീരുമാനിച്ച റിയ തൻ്റെ സമയത്തിന് കൂടുതൽ പ്രാധാന്യം നൽകാൻ തീരുമാനിച്ചു. ജോലി സ്ഥലത്ത് അതിരുകൾ നിശ്ചയിക്കുകയും മണിക്കൂറുകൾക്ക് ശേഷം ഇമെയിലുകൾക്ക് മറുപടി നൽകാൻ വിസമ്മതിക്കുകയും സഹപ്രവർത്തകരുമായി ഉച്ചഭക്ഷണം ആസ്വദിക്കാൻ ഇടവേളകൾ എടുക്കുകയും ചെയ്തുകൊണ്ടാണ് അവൾ തുടങ്ങിയത്. വർഷങ്ങൾക്ക് മുമ്പ് ഉപേക്ഷിച്ച ഒരു ഹോബിയായ ചിത്രകലയോടുള്ള ഇഷ്ടം അവൾ വീണ്ടും കണ്ടെത്തി. സുഹൃത്തുക്കളോടൊപ്പം നഗരം പര്യവേക്ഷണം ചെയ്യാൻ വാരാന്ത്യങ്ങൾ ചിലവഴിച്ചു. സമയത്തിൻ്റെ മൂല്യം റിയ സ്വീകരിച്ചപ്പോൾ അവളുടെ ജീവിതത്തിൽ ഒരു പരിവർത്തനം അവൾ ശ്രദ്ധിച്ചു. അവൾ കൂടുതൽ വിധം ഉൾക്കൊണ്ടു, കൂടുതൽ ഇടപഴകുകയും ചെറിയ നിമിഷങ്ങളിൽ കൂടുതൽ വിലമതിക്കുകയും ചെയ്തു. ലളിതമായ കാര്യങ്ങളിൽ അവൾ സന്തോഷം കണ്ടെത്തി. പാർക്കിലൂടെ നടക്കുക, മഴയുടെ ശബ്ദം കേൾക്കുക, സുഹൃത്തുക്കളുമായി വിശേഷങ്ങൾ പങ്കിടുക. സമയം തിരക്ക് കൂട്ടാനുള്ള ഒന്നല്ല, വിലമതിക്കുന്ന ഒന്നായി മാറി. ഒരു സായാഹ്നത്തിൽ പശ്ചിമ ബംഗാളിലെ റിയ മുത്തശ്ശനെ സന്ദർശിച്ചു. അവർ പൂമുഖത്ത് ഇരുന്നു വയലുകളിൽ സൂര്യൻ അസ്തമിക്കുന്നത് നോക്കി. ദാദു ചായ കുടിച്ചു. മുഖത്ത് സംതൃപ്തമായ പുഞ്ചിരി. നീ വ്യത്യസ്തയായി തോന്നുന്നു റിയ, അദ്ദേഹം പറഞ്ഞു. കൂടുതൽ സമാധാനമായി. എന്താണ് മാറിയത്? അദ്ദേഹത്തിൻ്റെ ബുദ്ധിക്ക് നന്ദിയോടെ റിയ തലയാട്ടി. ഞാൻ സമയത്തെ വിലമതിക്കാൻ പഠിച്ചു ദാദു. തിരക്കിലായിരിക്കുക എന്നത് വിജയകരമാണെന്ന് ഞാൻ കരുതിയിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്കറിയാം, ജീവിതം ആസ്വദിക്കുന്നതിലും ഓരോ നിമിഷവും പരമാവധി പ്രയോജനപ്പെടുത്തുന്നതിലുമാണ് വിജയം. ദാദു അവളുടെ കയ്യിൽ തട്ടി.
സമയമാണ് നമ്മുടെ പക്കലുള്ള ഏറ്റവും വിലയേറിയ വസ്തു. അത് പോയി കഴിഞ്ഞാൽ നമുക്കൊരിക്കലും അത് തിരികെ ലഭിക്കില്ല. റിയേ, നിങ്ങൾ അതിനെ അഭിനന്ദിക്കാൻ പഠിച്ചാൽ എനിക്ക് സന്തോഷമുണ്ട്. ഓർക്കുക, നമുക്ക് എത്ര സമയമുണ്ട് എന്നതല്ല, മറിച്ച് നമ്മൾ എങ്ങനെ അത് ഉപയോഗിക്കാൻ തിരഞ്ഞെടുക്കുന്നു എന്നതാണ് കാര്യം. ജീവിതത്തിൽ ഒരു പുതിയ കാഴ്ചപ്പാട് കണ്ടെത്തിയതറിഞ്ഞ് റിയ പുഞ്ചിരിച്ചു. വിജയത്തിന് പിന്നാലെ തിരക്കുകൂട്ടുകയോ ഓടുകയോ ചെയ്യേണ്ട ആവശ്യമില്ലെന്ന് അവൾക്ക് തോന്നി. അതിനു പകരം പാറയ്ക്ക് ചുറ്റും പൊരുത്തപ്പെടുന്ന നദി പോലെ അവൾ കാലത്തിൻ്റെ ഒഴുക്കിനെ സ്വീകരിച്ചു. സമയത്തെ വിലമതിച്ചുകൊണ്ട് അവൾ ഒരു ആഴത്തുള്ള സംതൃപ്തിയും സന്തോഷവും കണ്ടെത്തി. അന്നു മുതൽ റിയ ഒരു നിമിഷം പോലെ പാഴാക്കാതെ ഉദ്ദേശ്യത്തോടെയാണ് ജീവിതം നയിച്ചത്. സമയം ഒരു സമ്മാനമാണെന്ന് അവൾക്കറിയാമായിരുന്നു. അത് പരമാവധി പ്രയോജനപ്പെടുത്താൻ അവൾ തീരുമാനിച്ചു. ഓരോ നിമിഷവും അത് ഒരു വിലയേറിയ രത്നം പോലെ വിലമതിച്ചു. അങ്ങനെ ചെയ്യുന്നതിലൂടെ വിജയത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും യഥാർത്ഥ അർത്ഥം അവൾ കണ്ടെത്തി. If you love to watch this video, you can like, share and subscribe.